ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് കേട്ടോ. അതിൽ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകൾ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 നോക്കൂ. ക്വസ്റ്റ്യൻ A, ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഓഫ് മാംഗോ ആൻഡ് കാഷ്യൂ ട്രീസ്. താഴെ നമുക്ക് മാംഗോ ട്രീയുടെയും മാവിൻ്റെയും അതുപോലെ കാഷ്യൂ ട്രീയുടെയും കശുമാവിൻ്റെയും പൂക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കമ്പയർ ദ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ ഫ്രൂട്ട്സ്. ഇത് രണ്ടിൻ്റെയും, അതായത് മാംഗോയുടെയും കാഷ്യൂ ട്രീയുടെയും ഫ്ലവേഴ്സും ഫ്രൂട്ട്സും തമ്മിൽ കമ്പയർ ചെയ്യുക, താരതമ്യം ചെയ്യുക. റൈറ്റ് ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അത് രണ്ടും തമ്മിലുള്ള, അതായത് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും തമ്മിലുള്ള സിമിലാരിറ്റീസും സാമ്യതകളും ഡിഫറൻസസും വ്യത്യാസങ്ങളും എഴുതുക. എന്താണ് മക്കളെ സിമിലാരിറ്റീസ്? ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ക്ലസ്റ്റേഴ്സ്. പൂക്കൾ കൂട്ടങ്ങളായിട്ടാണ് രണ്ട് ചെടികളിലും കാണുന്നത്. മാവിലും കശുമാവിലും പൂക്കൾ കൂട്ടങ്ങളായാണ് കാണുന്നത്. ഇനി ഡിഫറൻസ് എന്താണ്? In mango, ovary develops into fruit and in cashew, pedicel develops into fruit. മാംഗോയിൽ ഫ്രൂട്ടായി മാറുന്നത് എന്താണ്? ഓവറിയാണ്. പക്ഷേ കാഷ്യൂവിൽ പെഡിസലാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ, പിക്ചേഴ്സ് ഓഫ് ദ സിമ്പിൾ ഫ്രൂട്ട്സ് മാംഗോ ആൻഡ് ബിറ്റർ ഗോഡ് ആർ ഗിവൺ ബിലോ. രണ്ട് സിമ്പിൾ ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് മാംഗോയും ബിറ്റർ ഗോഡും. അത് രണ്ടിൻ്റെയും പിക്ചർ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദം ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സീഡ്സ്. ഇത് രണ്ടും നോക്കിയിട്ട് ഇവയുടെ ഉള്ളിലുള്ള സീഡ്സിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരാൻ കാരണം എന്താണ് എന്നെഴുതണം. അതായത് മാംഗോക്ക് ആകെ ഒരു സീഡേ ഉള്ളൂ അല്ലെ, ഒരു മാംഗോ എടുത്താൽ അതിലാകെ ഒരു വിത്തേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ബിറ്റർ ഗോഡിൽ നിറയെ വിത്തുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് സീഡ്സ് ഉണ്ട്. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മാംഗോക്ക് 1 ഓവ്യൂളേ ഉള്ളൂ, ബിറ്റർ ഗോഡിന് മെനി ഓവ്യൂൾസ് ഉണ്ട്, ഒരുപാട് ഓവ്യൂൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഓവ്യൂൾസ് ആണ് വിത്തായിട്ട് മാറുന്നത്, സീഡായിട്ട് മാറുന്നത്. സോ ഒരു ഓവ്യൂളുള്ള ഫ്രൂട്ടിൽ ഒരു സീഡേ ഉണ്ടാവുള്ളൂ. ഒരുപാട് ഓവ്യൂൾസ് ഉണ്ടെങ്കിൽ ഒരുപാട് സീഡ്സ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ സി, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിനെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ടിനെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതുക. 1, എ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ നിന്ന് ഒരു ഫ്രൂട്ട് മാത്രം ഉണ്ടാവുന്നു. രണ്ടാമത്തേത്, മോർ ദാൻ 1 ഫ്രൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 ഫ്ലവർ. ഒരു ഫ്ലവറിൽ നിന്ന് ഒന്നിലധികം ഫ്രൂട്ട്സ് ഉണ്ടാവുന്നു. മൂന്നാമത്തേത്, ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് കമ്പൈൻഡ് ടു ഫോം 1 സിംഗിൾ ഫ്രൂട്ട്. ഒരു ഇൻഫ്ലോറസൻസിൽ നിന്ന്, ഒരു പൂങ്കുലയിൽ നിന്നുണ്ടായ പൂക്കളൊക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഫ്രൂട്ടായി മാറുന്നു. 4, ഈച്ച് ഫ്ലവർ ഇൻ ആൻ ഇൻഫ്ലോറസൻസ് ബിക്കംസ് എ ഫ്രൂട്ട്. ഒരു പൂങ്കുലയിലുള്ള ഓരോ പൂക്കളും ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നു. ഇതിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ടിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത് മൂന്നാമത്തേതാണ്, ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ആൻ ഇൻഫ്ലോറസൻസ് കമ്പൈൻഡ് ടു ഫോം 1 സിംഗിൾ ഫ്രൂട്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2 രണ്ടെണ്ണം ഉണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട് കേട്ടോ. അപ്പൊ ആദ്യം എ നോക്കാം. അതിൽ സബ് ക്വസ്റ്റ്യൻ എ, സബ്സ്റ്റൻസസ് ആർ ആൻഡ് അറേഞ്ച്മെന്റ്സ് ഓഫ് ഡിഫറെന്റ് മോളിക്യൂൾസ് ആർ ഗിവൺ. അനലൈസ് ദ ടേബിൾ, റൈറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് അറേഞ്ച്മെന്റ്. അപ്പോൾ നമുക്ക് താഴെ സബ്സ്റ്റൻസും അതുപോലെ ആ സബ്സ്റ്റൻസിൽ എങ്ങനെയാണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള ടേബിൾ തന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇൻകറക്റ്റ് ഓർഡറിലാണ് തന്നിട്ടുള്ളത്, കറക്റ്റ് അല്ല തന്നിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് വരിക എന്ന് നമ്മൾ എഴുതണം. അപ്പോൾ ഐസ് മോളിക്യൂൾസും, ഐസും രണ്ടാമത്തേത് വാട്ടറും മൂന്നാമത്തേത് വാട്ടർ വേപ്പറും, ഈ 3 സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മക്കളെ, ആദ്യം ഐസ് ആണ്. ഐസിന്റെ മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ക്ലോസ്ലി ആണ്, വളരെ തിക്കായിട്ട് അടുത്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. സോ ഈ 3 അറേഞ്ച്മെന്റ്സിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തത് ഏതാണ്? ബി ആണ് അല്ലേ. സോ 1 ഐസ് ബി ആണ്, 1 ബി ആണ് വരിക. സെക്കൻഡ് വാട്ടർ ആണ്. വാട്ടർ മോളിക്യൂൾസ് നമുക്കറിയാം കുറച്ചുകൂടെ അകലത്തിലായിരിക്കും എന്താണ് മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അത് നമുക്ക് പിക്ചറിൽ വരുന്നത് സി ആണ്. അപ്പോൾ 2 സി ആണ് വരുന്നത്. ഇനി മൂന്നാമത്തേത് വാട്ടർ വേപ്പേഴ്സ് ആണ്. വാട്ടർ വേപ്പേഴ്സിൽ മോളിക്യൂൾസ് എങ്ങനെയാണ്? വളരെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വരുന്നത് എ ആണ്, 3A. ഈ അതായത് 1B 2C 3A ഇത് വരുന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.
ഈ ഇതിലെ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ഷേപ്സ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ. ഐസിലും വാട്ടറിലും മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ്സും അതിന്റെ ഷേപ്പും തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മക്കളെ? In ice, the water molecules are arranged very tightly, giving it a definite shape. ഐസിൽ വാട്ടർ മോളിക്യൂൾസ് വളരെ അടുത്താണ് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്. ഇൻ ലിക്വിഡ് വാട്ടർ, the molecules are still close together but can move freely past one another, allowing the substance to flow and conform to the shape of the container it was taken. എന്നാൽ ലിക്വിഡിലേക്കാവുമ്പോൾ ലിക്വിഡിലെ വാട്ടർ മോളിക്യൂൾസ് എങ്ങനെയാണ്? കുറച്ചുകൂടി അകലത്തിലാണ്, പക്ഷെ അവ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഈ മൂവ്മെന്റ് സാധ്യമായതുകൊണ്ട് തന്നെ അവയ്ക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഇല്ല. പകരം അത് ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നോ ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് സ്വീകരിക്കും. ഇതിലെ സി ക്വസ്റ്റ്യൻ എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. നമുക്ക് താഴെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് 1, എയർ ഈസ് എ മിക്സ്ചർ. എയർ ഒരു മിക്സ്ചർ ആണ്. സ്റ്റേറ്റ്മെന്റ് 2, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ആർ ദീ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്? വൈ? ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണോ? എന്തുകൊണ്ട്? സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആണ്. ബിക്കോസ് എന്താണ്? എയർ ഈസ് എ മിക്സ്ചർ. എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കൂ. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് വേരിയസ് ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. അതിൽ അതായത് എയർ എന്ന് പറയുന്ന ഒരു വസ്തുവിന് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ തുടങ്ങിയിട്ടുള്ള ഒത്തിരി സബ്സ്റ്റൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എയറിനെ നമുക്കൊരു മിക്സ്ചർ എന്ന് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസസ് ആണ്. ബിക്കോസ് എന്താണ്? ഇറ്റ് ഹാസ് എ ഫിക്സഡ് കോമ്പസിഷൻ. 1 കാർബൺ ആറ്റം ബോണ്ടഡ് ടു 2 ഓക്സിജൻ ആറ്റം. അതായത് ഒരു കാർബൺ ആറ്റത്തിന് 2 ഓക്സിജൻ ആറ്റം എന്നുള്ള രീതിക്കാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം കണ്ടിന്യൂസ്ലി എന്താണ്? യൂണിഫോംലി ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വസ്തു എന്താണ്? വസ്തുവല്ല, എന്താ പറയുക, ഗ്യാസ് എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. ഇനി 2ലെ ഓർ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എ, സം ഇൻസ്റ്റൻസസ് വേർ കോമ്പണൻസ് നീഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം മിക്സ്ചേഴ്സ് ആർ ഗിവൺ ബിലോ. ചില കോമ്പണൻസ്, മിക്സ്ചേഴ്സിൽ നിന്ന് കോമ്പണൻസ് റിമൂവ് ചെയ്യുന്ന എന്താണ് സിറ്റുവേഷൻസ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. എ, സെപ്പറേറ്റിംഗ് ഷഫ് ഫ്രം റൈസ്, അതായത് അരിയിൽ നിന്ന് നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുക. ബി, ലെമൺ സീഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ലൈം ജ്യൂസ്. ലൈം ജ്യൂസിൽ നിന്ന് ലെമണിന്റെ സീഡ്സ്, വിത്തുകൾ, നാരങ്ങയുടെ കുരു വേർതിരിക്കുക. സി, ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്. നമ്മുടെ കേർഡിൽ നിന്ന്, തൈരിൽ നിന്ന് ബട്ടർ വേർതിരിക്കുക. ഡി, സെപ്പറേറ്റിംഗ് ബംഗാൾ ഗ്രാം ഫ്രം റൈസ്. അരിയിൽ നിന്ന് കടല വേർതിരിക്കുന്നത്. വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് കോമ്പണൻസ് ആർ യൂസ്ഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ടു സെപ്പറേറ്റ് ദം. ഓരോ സിറ്റുവേഷനിലും ഇത് പരസ്പരം സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് കോമ്പണൻസിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ നോക്കൂ. ഒന്നാമത്തേത് സെപ്പറേറ്റിംഗ് ഷഫ് ഫ്രം ദ റൈസ്. നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത് ഡിഫറൻസ് ഇൻ വെയിറ്റ് ആണ്. അതായത് നമ്മൾ ചേർന്ന സമയത്ത് പതിര് കുറച്ചും വെയിറ്റ് കുറഞ്ഞതായിരിക്കും അല്ലേ, അപ്പോൾ കാച്ചിൽ പെട്ടെന്ന് അത് പറന്നു പോകും. ബി, ലെമൺ ജ്യൂസിൽ നിന്ന് ലൈമിൻ്റെ സീഡ് വേർതിരിക്കുന്നത്. അവിടെ ഡിഫറൻസ് ഇൻ സൈസ് ആണ്. അതായത് അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് എഴുതാം കേട്ടോ. അതായത് വെള്ളത്തിൽ നിന്ന് നമ്മൾ സോളിഡ്, ലിക്വിഡിൽ നിന്ന് സോളിഡ് ആണ് വേർതിരിക്കുന്നത്, അപ്പോൾ അതും എഴുതാം. സി നോക്കൂ, കേർഡിൽ നിന്ന് ബട്ടർ വേർതിരിക്കുമ്പോൾ അവിടെ ഡിഫറൻസ് ഇൻ വെയിറ്റ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ നാലാമത്തേത് അരിയും കടലയും തമ്മിൽ വേർതിരിക്കുന്നത് ഡിഫറൻസ് ഇൻ സൈസും അതുപോലെ ഡിഫറൻസ് ഇൻ കളറും അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഷേപ്പും അതൊക്കെ പറ്റും. ഇനി ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡു യു സെപ്പറേറ്റ് ദ കോമ്പണൻസ് ഫ്രം എ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. ഉപ്പും മണലും തമ്മിലുള്ള രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരു മിക്സ്ചർ നമുക്ക് തന്നിട്ടുണ്ട്. അത് രണ്ടും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? യൂസ് വാട്ടർ ടു ഡിസോൾവ് ദ സാൾട്ട്, then filter insoluble sand, and finally evaporate the water from salt water to recover pure salt. എങ്ങനെയാണ് മക്കളെ? ആദ്യം ഈ ഉപ്പും സാൻഡും, അതായത് നമ്മളിപ്പോൾ കടലിൽ നിന്ന് ഉപ്പ് എടുക്കുന്നത് രീതിക്ക് ആലോചിച്ചാൽ മതി. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ഒന്ന് ഇത് കഴുകുന്നു. ആ സമയത്ത് ഉപ്പ് ലയിച്ചു പോകും അല്ലേ? ഈ വാട്ടർ വേറെ പാത്രത്തിലേക്ക് തന്നെ പിടിക്കണം കേട്ടോ. ഉപ്പ് കഴുകുന്ന വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് തന്നെ പിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഉപ്പ് ആ വെള്ളത്തിൽ ലയിച്ചു പോകും.
എന്നിട്ട് സാൻഡ് മാത്രം നമുക്ക് അതൊന്ന് കിട്ടും. പിന്നെ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് സാൻഡ് വേർതിരിക്കുക, ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്ന് സാൻഡ് വേർതിരിക്കുക. അങ്ങനെയാണ് ഇത് രണ്ടും, ഈ മിക്സറിൽ നിന്ന് രണ്ട് കോമ്പണൻസും വേർതിരിക്കേണ്ടത്. Questions include which of the following is a reason why stones can be separated from jaggery? ശർക്കരയിൽ നിന്ന് കല്ല് വേർതിരിക്കാൻ നമ്മൾ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുക, അതിനുള്ള റീസൺ എന്താണെന്നാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എ ഡിഫറൻസ് ഇൻ കളർ, ബി ഡിഫറൻസ് ഇൻ സൈസ്, സി ഡിഫറൻസ് ഇൻ സോല്യൂബിലിറ്റി, ഡി നൺ ഓഫ് ദ അബവ്. എന്താണ് മക്കളെ? ഡിഫറൻസ് ഇൻ സോല്യൂബിലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ശർക്കര കല്ല് നിറഞ്ഞ ശർക്കര നമ്മൾ എന്ത് ചെയ്യുക, കുറുക്കുന്ന സമയത്ത് ശർക്കര അലിഞ്ഞു പോകും അല്ലെ, സൊല്യൂബിൾ ആണ് വാട്ടറിൽ, അത് അലിഞ്ഞു പോകും. പകരം ബാക്കിയുള്ള സോളിഡ് ആയിട്ടുള്ള കല്ല് നമുക്ക് അതിൽ നിന്ന് കിട്ടും, സ്റ്റോൺസ് നമുക്ക് കിട്ടും. സോ ഡിഫറൻസ് ഇൻ സോല്യൂബിലിറ്റി ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്. ഇനി ആക്ടിവിറ്റി 3 നോക്കൂ. ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 parts, 3A 3B. യു ഹാവ് ടു അറ്റംപ്റ്റ് ഇത് 3A or 3B. ഇപ്പം നമ്മൾ 2 ചെയ്തതുപോലെ തന്നെ ഇതിലും എയും ബിയും പാർട്ട് ഉണ്ട് കേട്ടോ. റീഡ് ദ കോൺവെർസേഷൻ. നട്ട്മഗ് ട്രീ നീഡ്സ് അനദർ നട്ട്മഗ് ട്രീ ടു ബെയർ ഫ്രൂട്ട്സ്. മാംഗോ ട്രീ ബെയർ ഫ്രൂട്ട്സ് ഈവൻ ഇറ്റ് ഈസ് ജസ്റ്റ് വൺ. ഒരാൾ പറയുന്നത് എന്താണ്, നട്ട്മഗ് ട്രീക്ക്, അതായത് നമ്മുടെ ജാതിക്ക മരത്തിന് അത് കായ്ക്കണമെങ്കിൽ മറ്റൊരു ജാതിക്ക മരം കൂടെ അടുത്ത് വേണം. മറ്റു കുട്ടി പറയുന്നത് നോക്കൂ, മാംഗോ ട്രീ ഒന്നാണെങ്കിലും അതിൽ ഒരുപാട് കായ്കൾ ഉണ്ടാവും, അല്ലെങ്കിൽ അത് കായ്ക്കും. രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻ എ, എ നട്ട്മഗ് ട്രീ ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട്സ് ഇഫ് ഇറ്റ് ഈസ് ഓൺലി വൺ. റൈറ്റ് ദ റീസൺ. ജാതിക്ക മരം ഒരെണ്ണം മാത്രമുള്ളെങ്കിൽ അതിൽ കായ്കളൊന്നും ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് നട്ട്മഗ് ട്രീ ഈസ് യൂണിസെക്ഷൽ പ്ലാന്റ്. കാരണം നട്ട്മഗ് ട്രീ ഒരു യൂണിസെക്ഷൽ പ്ലാന്റ് ആണ്. അതിൽ ഒന്നെങ്കിൽ ഒരു മെയിൽ ഫ്ലവർ അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവർ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അത് ഒറ്റയ്ക്കാണെങ്കിൽ കായ്ക്കില്ല. ബി, ദ ടേബിൾ ഷോയിങ് ലിസ്റ്റ് ഓഫ് ഫ്ലവേഴ്സ്, their characteristics and pollinating agents is given below. നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അതിലെ ഫ്ലവേഴ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിനെ യൂസ് ചെയ്യുന്ന പോളിനേറ്റിംഗ് ഏജൻസ്, അതായത് എന്ത് വഴിയാണ് പോളിനേഷൻ നടക്കുന്നത് അതുമാണ് തന്നിട്ടുള്ളത്. നോക്കൂ, ആദ്യത്തേത് പാഡിയാണ്. പാഡി പോളിനേറ്റിംഗ് ഏജന്റ് എന്താണ്? നെല്ലിന് പോളിനേറ്റിംഗ് ഏജന്റ് വിൻഡാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് പോളൻ ഗ്രെയിൻസ് ആണ്. അതുകൊണ്ടാണ് വിൻഡ് ത്രൂ പോളിനേഷൻ നടക്കുന്നത്. രണ്ടാമത്തെ ഇത് ഇക്സോറയാണ്. ഇക്സോറയുടെ ഫ്ലവർ ആണ്. അതിൻ്റെ പോളിനേറ്റിംഗ് ഏജന്റ് ഹണിബി ആണ്. അതിനുള്ള ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് കളറ്, സ്മെല്ല്, ഹണി അല്ലെങ്കിൽ നെക്ടർ, തേന്. ഓക്കെ. പിന്നെ മൂന്നാമത്തേത് പോളിനേറ്റിംഗ് ഏജന്റ് എന്താണ്? മോത്താണ്. പിന്നെ അതുപോലെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ഫ്രാഗ്രന്റ് ഫ്ലവർ ആണ്. അതായത് മോത്ത് എന്ന് പറയുന്നത് ഒരു തരം ബട്ടർഫ്ലൈ ആണ് കേട്ടോ. അപ്പോൾ വൈറ്റും വെള്ള നിറവുമാണ്, അതുപോലെ സ്മെല്ലും ഉണ്ട്, അല്ലെങ്കിൽ പോളിനേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്ലവർ എന്താണ്? ജാസ്മിൻ ആണ്. ജാസ്മിനോ അല്ലെങ്കിൽ നൈറ്റ് പൂക്കുന്ന, രാത്രി പൂക്കുന്ന ഏതെങ്കിലും ഒരു വൈറ്റ് ഫ്ലവർ എഴുതിയാൽ മതി. ലൈക്ക് നമ്മുടെ നിശാഗന്ധി ഒക്കെ ഉണ്ടല്ലോ, ആ ഫ്ലവറൊക്കെ പറ്റും. അതിനൊക്കെ ആ രീതിക്ക് തന്നെയാണ് പോളിനേഷൻ നടക്കുന്നത്. ഇനി 3ലെ ബി ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ നോക്കാം. എ, റൈറ്റ് ദ ലേബിൾഡ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. നമുക്കിവിടെ ഒരു ഫ്ലവറിന്റെ ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് എഴുതണം. എ നോക്കൂ, എ സൈറ്റ് ഓഫ് പോളിനേഷൻ ആണ്. ബി ഒവ്യൂൾ ആണ്. സി തലാമസ് ആണ്. അതിലെ ബി ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. നമുക്ക് താഴെ ഫെർട്ടിലൈസേഷൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ തന്നിട്ടുണ്ട്. അതിനെ ഫസ്റ്റ് ഏത്, സെക്കൻഡ് ഏത്, തേർഡ് ഏത്, ഫോർത്ത് ഏതെന്ന് കറക്റ്റായിട്ട് എഴുതണം. 1 നോക്കൂ, പോളൻ ഗ്രെയിൻ ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. പോളൻ ഗ്രെയിൻസ് സ്റ്റൈലിലൂടെ ഒരു ട്യൂബ് പോലെ, നാളി പോലെ താഴേക്ക് വളരുന്നു. 2, മെയിൽ ഗാമിറ്റ് ഫ്യൂസസ് വിത്ത് എഗ് ടു ഫോം സൈഗോട്ട്. മെയിൽ ഗാമിറ്റ് ഫീമെയിൽ ഗാമിറ്റ് ആയിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. പോളൻ ഗ്രെയിൻ ഫോൾസ് ഓൺ സ്റ്റിഗ്മ. 3, പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു? സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നു. 4th, മെയിൽ ഗാമിറ്റ് റീച്ചസ് ദ ഓവറി ത്രൂ ദ സ്റ്റിഗ്. മെയിൽ ഗാമിറ്റ്സ് ഓവറിയിലേക്ക് ഈ ട്യൂബ് വഴി എത്തുന്നു. അതിൽ കറക്റ്റായിട്ട് വരുന്നത് പോളൻ ഗ്രെയിൻസ് ഫോൾസ് ഓൺ സ്റ്റിഗ്മ 1. 2, പോളൻ ഗ്രെയിൻസ് ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ in the form of a tube. 3, male gamete reaches ovary through this tube. 4, male gamete fuses with egg to form zygote. ഇനി 4th ആക്ടിവിറ്റി നോക്കൂ. ക്വസ്റ്റ്യൻ എ, യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് മേക്ക് എ ടോയ് ഓഫ് എ ഫിഷ് മൂവിങ് ടുവേർഡ്സ് ദ ഹുക്ക്. ദ മാഗ്നറ്റ് ആൻഡ് ദ ഹുക്ക് ആർ അവൈലബിൾ. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡഡ്? റൈറ്റ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ.
അതായത് ഒരു മീൻ പിടിക്കുന്ന ചൂണ്ടൽ പോലെയുള്ള ഒരു സംഭവം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് യൂസിങ് മാഗ്നെറ്റ്. ഓക്കെ, ഫിഷ് അതിൽ വരുന്ന രീതിക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു എക്സ്പെരിമെന്റ് പോലെ അതിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ മക്കളെ, അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? എ സ്മോൾ പീസ് ഓഫ് വുഡ് ഓർ സ്റ്റിക്ക്, സ്ട്രോങ് ത്രെഡ് ഓർ സ്ട്രിങ്, പേപ്പർ ക്ലിപ്സ്, സ്റ്റേപ്പിൾസ്, പിന്നെ സ്റ്റേപ്പിൾസ് അല്ലെങ്കിൽ ഒരു ചെറിയ മെറ്റൽ വാഷറോ, പേപ്പർ ഓർ കാർഡ്ബോർഡ്, സിസേഴ്സ്, മാർക്കേഴ്സ്, ക്രയോൺസ് ഓർ പെയിന്റ്, ടേപ്പ് ഓർ ഗ്ലൂ. എ കണ്ടെയ്നർ ഓർ ഏരിയ ഫോർ ദ പോണ്ട്. എക്സാമ്പിൾ, നമ്മൾ പോണ്ട് ആക്കുന്ന ഒരു കണ്ടെയ്നർ, അതായത് ബക്കറ്റോ ടബോ അല്ലെങ്കിൽ ഫ്ലോറോ. ഓക്കെ, ഇനി അതിൻ്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എഴുതാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ മക്കളെ, സിമ്പിളാണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. സ്റ്റെപ്പ് 1, ആദ്യം മേക്ക് ദ ഫിഷ്, കട്ട് ഔട്ട് സെവറൽ ഫിഷ് ഷേപ്സ് ഫ്രം ദ പേപ്പർ, കാർഡ്ബോർഡ് ഓർ ഫെൽറ്റ് യൂസിങ് സിസേഴ്സ്. ഡെക്കറേറ്റ് ദ ഫിഷ് യൂസിങ് മാർക്കേഴ്സ്, ക്രയോൺസ് ഓർ പെയിന്റ്. ആദ്യം ഒരു പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലും കുറച്ച് മീനുകളുടെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. അതിൽ മാർക്കറോ പെയിന്റോ ക്രയോണോ എന്താണെന്ന് വെച്ചാൽ കളറൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക. അറ്റാച്ച് എ പേപ്പർ ക്ലിപ്പ്, സ്റ്റേപ്പിൾ ഓർ വാഷർ സെക്യൂർലി ടു ഈച്ച് ഫിഷ് യൂസിങ് എ ടേപ്പ് ഓർ ഗ്ലൂ, ഐഡിയലി നിയർ ദ മൗത്ത് ഏരിയ. എന്നിട്ട് ഈ ഫിഷിന്റെ മൗത്ത് ഏരിയയിൽ വായ് ഭാഗത്ത് എന്ത് ചെയ്യുക, മാഗ്നറ്റിലേക്ക് ഒട്ടിപ്പിടിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലും പേപ്പർ ക്ലിപ്പോ സ്റ്റേപ്പിളോ അല്ലെങ്കിൽ വാഷറോ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കുക, ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെക്കുക. പിന്നെ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രിപ്പയർ ദ ഫിഷിംഗ് റോഡ് ഉണ്ടാക്കാനാണ്. ടൈ വൺ എൻഡ് ഓഫ് ദ സ്ട്രിങ് ടു ദ സ്റ്റിക്ക് ഓർ സ്മോൾ പീസ് ഓഫ് വുഡ്. ഒരു നൂല് അതിൻ്റെ ഒരു വുഡിൻ്റെയോ അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെയോ ഭാഗത്ത് അറ്റത്ത് കെട്ടുക. ദ പ്രൊവൈഡഡ് ഹുക്ക് ടു ദ അതർ എൻഡ് ഓഫ് ദ സ്ട്രിങ്. എന്നിട്ട് ആ ഹുക്ക് എന്ത് ചെയ്യുക, ആ സ്ട്രിങ്ങിൻ്റെ അല്ലെങ്കിൽ വുഡിൻ്റെ മറ്ററ്റത്തേക്ക് ടൈ ചെയ്യുക, കെട്ടി വയ്ക്കുക. അറ്റാച്ച് ദ മാഗ്നറ്റ് സെക്യൂർലി ടു ദ ഹുക്ക്. എന്നിട്ട് മാഗ്നറ്റ് ഈ ഹുക്കിലേക്ക് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ സ്ട്രിങ്ങിൻ്റെ എന്ത് ചെയ്യാൻ ഹുക്കിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യുക. യൂസിങ് ടേപ്പ് ഓർ ഗ്ലൂ എൻഷുറിങ് ഇറ്റ് ക്യാൻ അട്രാക്ട് ദ മെറ്റൽ പീസസ് ഓൺ ദ ഫിഷ്. എന്ത് ചെയ്യുക, എന്നിട്ട് ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക. എന്താവണം, നമ്മളുടെ ഫിഷിന്റെ വായ്ഭാഗത്ത് നമ്മളൊരു മാഗ്നറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിക്കുള്ള മെറ്റൽ വെച്ചില്ലായിരുന്നോ, അതിലേക്ക് കിട്ടും എന്നുള്ള പാകത്തിൽ വേണം അത് ഒട്ടിച്ചു വെക്കാനായിട്ട് കേട്ടോ. കൺക്ലൂഷൻ നമുക്ക് എന്തെഴുതാം? The toy is completed when you place the fish in the designated pond area and use the magnetic hook to attract and catch them, demonstrating the property of magnetism. Okay. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് മാഗ്നറ്റ്സ്. നമുക്ക് താഴെ 4 രീതിക്ക് മാഗ്നറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ള പിക്ചർ തന്നിട്ടുണ്ട്. ഒന്ന്, സൗത്ത് പോളും നോർത്ത് പോളും അടുത്ത് വരുന്നു. രണ്ടാമത്തേത് സൗത്ത് പോളും അടുത്ത് വരുന്നു. മൂന്നാമത്തേത് സൗത്ത് പോളും നോർത്ത് പോളും ഓപ്പോസിറ്റ്, നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിൽ വരുന്നു. നാലാമത്തേത് നോർത്ത് പോളും ഒരുമിച്ച്, സൗത്ത് പോളും ഒരുമിച്ച്. In which situations do the magnets attract? In which situations do the magnets repel? Why? ഇതിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് മാഗ്നറ്റ്സ് അട്രാക്ട് ചെയ്യുക, ഏതിലേക്കാണ് റിപ്പൽ ചെയ്യുക, അതിനുള്ള റീസൺ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, ആദ്യത്തേത് നോർത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താണ്, അവിടെ അട്രാക്ഷൻ ആണല്ലേ വരിക. അട്രാക്ഷൻ ആണ്, എന്തുകൊണ്ടാണ്? ബിക്കോസ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. രണ്ടാമത്തേത് സൗത്ത് പോളും ഒരുമിച്ച് വന്നു, സോ അവിടെ റിപ്പൽഷൻ ആണ് സംഭവിക്കുക, ലൈക്ക് പോൾസ് റിപ്പൽ. മൂന്നാമത്തേത് നോർത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് അങ്ങനെയാണ് വരുന്നത്, ഓപ്പോസിറ്റ് പോൾസ് ആണ് വരുന്നത്, അതുകൊണ്ട് അവിടെ അട്രാക്ഷൻ വരും, ബിക്കോസ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. അവസാനത്തേത് നോർത്തും ഒരുമിച്ച്, സൗത്തും ഒരുമിച്ച്, അവിടെ സെയിം പോൾസ് ആണ് ഒരുമിച്ച് വരുന്നത്, സോ അവിടെ റിപ്പൽഷൻ ആണ് വരിക, റിപ്പൽ ബിക്കോസ് ലൈക്ക് പോൾസ് വിൽ റിപ്പൽ. Question 5 നോക്കൂ. അതിൽ എ ക്വസ്റ്റ്യൻ, എ ഫ്രണ്ട് ഹു ഫെൽ വൈൽ പ്ലേയിങ് ഫീൽസ് പെയിൻ ആൻഡ് ഡിഫിക്കൽട്ടി ടു മൂവ് ഹിസ് ഹാൻഡ്. ഒരു കുട്ടി വീണ് കഴിഞ്ഞപ്പോ എന്താണ്, അവന്റെ കൈ മൂവ് ചെയ്യിക്കാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. ദ ചൈൽഡ് ഷുഡ് ബി ടേക്കൻ ടു ദ ഹോസ്പിറ്റൽ വിത്തൗട്ട് മൂവിങ് ദിസ് ഹാൻഡ്. ഈ കുട്ടിയെ കൈ അനക്കാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. വാട്ട് ഫസ്റ്റ് എയ്ഡ് വുഡ് യു ഗിവ്? അതിനായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? ആദ്യമായിട്ട് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? റൈറ്റ് ഡൗൺ ദ മെറ്റീരിയൽസ് റിക്വയർഡ് ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ്. അതിന് വേണ്ട പ്രൊസീജിയേഴ്സ്, നിങ്ങൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സും അതിന് വേണ്ട മെറ്റീരിയൽസും എന്തൊക്കെയെന്ന് എഴുതണം. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ഒരു സ്പ്ലിന്റ്, പിന്നെ ബാൻഡേജ്, കോട്ടൺ, ക്ലോത്ത്. പ്രൊസീജിയർ ഓഫ് ഗിവിംഗ് ഫസ്റ്റ് എയ്ഡ്. എങ്ങനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത്? ഡോണ്ട് മൂവ് ഇൻജേർഡ് ഹാൻഡ്. പരിക്ക് പറ്റിയ കൈ ഇളക്കാൻ പാടില്ല. പ്ലേസ് എ സ്പ്ലിന്റ് അലോങ് ഇൻജേർഡ് ആം. ഈ കൈക്ക് കെട്ടുക. എന്നിട്ട് എന്തിനാണ്? അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്.
Try the splint gently using a bandage or cloth. ഈ സ്പ്ലിന്റ് പതുക്കെ ബാൻഡേജോ ക്ലോത്തോ വെച്ചിട്ട് കെട്ടുക. യൂസ് എ സ്ലിംഗ് ടു സപ്പോർട്ട് ഹാൻഡ്. എന്നിട്ടൊരു സ്ലിംഗ് എന്തായാലും നൂല് കൊണ്ടുള്ള ഒരു സ്ട്രിങ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നൂലല്ല തുണി കൊണ്ടുള്ള സ്ട്രിങ് വെച്ചിട്ട് ഹാൻഡ് സപ്പോർട്ട് ചെയ്യുക. ടേക്ക് ദ ചൈൽഡ് ടു ഹോസ്പിറ്റൽ. എന്നിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ആൻ അവയർനെസ് ക്ലാസ് കണ്ടക്ടഡ് ബൈ ഹെൽത്ത് ക്ലബ് ദ ഡോക്ടർ സജസ്റ്റഡ് ടു ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ്, എഗ്സ് ആൻഡ് മിൽക്ക് ഇൻ ഡയറ്റ് ഫോർ ബോൺ ഹെൽത്ത്. വാട്ട് കുഡ് ബി ദ റീസൺ? ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഒരു മീറ്റിംഗിൽ അവയർനെസ് ക്ലാസ്സിൽ ഡോക്ടർ എന്ത് പറഞ്ഞു? വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളും എഗ്ഗും മിൽക്കും ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ബോൺ ഹെൽത്ത്, എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അതിനുള്ള റീസൺ എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു മക്കളെ? Because leafy vegetables, egg and milk are rich in calcium, phosphorus, vitamin D and proteins. ലീഫി വെജിറ്റബിൾസിനും എഗ്ഗിലും മിൽക്കിലൊക്കെ എന്താണ്? കാൽഷ്യവും ഫോസ്ഫറസും വൈറ്റമിൻ ഡിയും പ്രോട്ടീൻസ് ഒക്കെ വേണ്ടുവോളുണ്ട്. കാൽഷ്യം ഹെൽപ്സ് ഇൻ സ്ട്രെങ്തനിങ് ബോൺസ് ആൻഡ് ടീത്ത്. കാൽഷ്യം അടങ്ങിയ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് നമ്മളുടെ ബോണും ടീത്തും ഒക്കെ എന്താവും? സ്ട്രെങ്ത് ആവും, സ്ട്രോങ് ആവും. വൈറ്റമിൻ ഡി ഹെൽപ്സ് ദ ബോഡി അബ്സോർബ് കാൽഷ്യം. വൈറ്റമിൻ ഡി ബോഡിയിൽ നിന്ന് കാൽഷ്യം അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും. പ്രോട്ടീൻ ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ബോൺസ്. പ്രോട്ടീൻ അതുപോലെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും അതുപോലെ എല്ലുകൾക്ക് എന്തെങ്കിലും പൊട്ടലൊക്കെ വന്നാൽ അത് റിപ്പയർ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി സിക്സ്ത് ആക്ടിവിറ്റി നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ. നമുക്ക് ഇവിടെ ആനിമൽ സെല്ലിന്റെയും പ്ലാന്റ് സെല്ലിന്റെയും ഫോട്ടോ തന്നിട്ടുണ്ട്. അതുപോലെ റൈബോസോം, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിൻ, വാക്യൂൾ, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, സെൽ വോൾ എന്നീ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ. റൈറ്റ് ദ പാർട്സ് ദാറ്റ് ആർ കോമൺ ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. പ്ലാന്റ് സെല്ലിലും ആനിമൽ സെല്ലിലും കോമൺ ആയിട്ടുള്ള പൊതുവായി കാണുന്ന പ്ലാന്റ് പാർട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, റൈബോസോം, വാക്യൂൾ. അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സെൽ ഓർഗനൽ ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഓർഗനൽ ഏതാണ്? റൈബോസോം ആണ്. വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കൺട്രോൾസ് ദ ഫങ്ഷൻസ് ഓഫ് ദ സെൽ. സെല്ലിന്റെ മുഴുവൻ ആക്ടിവിറ്റീസിനെയും നിയന്ത്രിക്കുന്ന എന്താണ് പാർട്ട് ഏതാണ്, അല്ലെങ്കിൽ സെൽ ഓർഗനൽ ഏതാണ്? ന്യൂക്ലിയസ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ സി. 4 സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൻ ബിലോ. വിച്ച് ഓഫ് ദം ഈസ് കറക്റ്റ്? സെല്ലുമായി ബന്ധപ്പെട്ട 4 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് എഴുതേണ്ടത്. 1 നോക്കൂ. സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാനിസംസ്. എല്ലാ ഓർഗാനിസത്തിന്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്, അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസവും ഉണ്ടാക്കിയിട്ടുള്ളത് സെൽസ് വെച്ചാണെന്നും നമുക്ക് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? യുഗ്ലിന ഈസ് എ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. യുഗ്ലിന എന്നുള്ളത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. 3 സെൽസ് ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് ഹാൻഡ് ലെൻസ്. നമ്മുടെ സാധാരണ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് സെൽസ് കാണാനായിട്ട് സാധിക്കും. 4 മൈറ്റോകോൺഡ്രിയൽ പ്രൊഡ്യൂസസ് ദ എനർജി റിക്വയർഡ് ഫോർ ദ സെൽ. സെല്ലിന്റെ ആക്ടിവിറ്റീസിന് വേണ്ട എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയോൺ ആണ്. അപ്പൊ ഇതിലെ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 and 4 ആർ കറക്റ്റ് എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ സി ആണ് കറക്റ്റ്, അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആട്ടോ മക്കളെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ചോദ്യങ്ങളും അതിൽ ചെയ്തതിന്റെ ആക്ടിവിറ്റീസും അതിന്റെ ആൻസേഴ്സും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.